കടയിൽ നിന്ന് വാങ്ങുന്ന ഒരു കെട്ട് പുതിന ഉണ്ടെങ്കിൽ ഇനി ജീവിതകാലം മുഴുവൻ വീട്ടിൽ ഫ്രഷ് പുതിന ലഭിക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എന്നെ വിശ്വസിച്ചോളൂ, സംശയിക്കാതെ തന്നെ വിശ്വസിക്കാം. സംഭവം സത്യമാണ്. ₹1 പോലും ചിലവില്ലാതെ, കെമിക്കലുകളൊന്നുമില്ലാതെ എങ്ങനെ പുതിന നട്ടുവളർത്താമെന്ന് നമുക്ക് നോക്കാം. മുളപ്പിക്കുന്നത് മുതൽ അത് വീണ്ടും കട്ട് ചെയ്ത് നട്ടുപിടിപ്പിക്കുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും ഇതിലുണ്ട്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പുതിന ഇതുപോലെ ഇലകളൊക്കെ കളഞ്ഞിട്ട് നല്ല മൂത്ത തണ്ട് നോക്കിയിട്ട് വെള്ളത്തിലിട്ട് വെക്കുക. ഒരു 3 ദിവസം കഴിയുമ്പോഴത്തേനും, 3 ദിവസം കഴിയണ്ട, 2 ദിവസമൊക്കെ കഴിയുമ്പോഴത്തേനും അതിന് ചെറുതായിട്ട് വേര് വരും. ചില തണ്ടുകൾ ഇതുപോലെ കറുത്ത കളറാണ് വരിക. അത് പിടിപ്പിച്ചാൽ ഉണ്ടാവില്ല കേട്ടോ. നമ്മളിതുപോലെ വേര് വന്നിട്ടുള്ള തണ്ടുകളാണ് നമ്മൾ നട്ടു കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ അത്യാവശ്യം പുതിന നമ്മൾ കടയിൽ നിന്ന് മേടിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നല്ല തണ്ടുകൾ നോക്കി വെള്ളത്തിലിട്ട് വെക്കുക. അപ്പോൾ നല്ല വേരുകൾ വരും. എന്നിട്ട് നമ്മൾ നേരത്തെ നട്ടു വെച്ചിട്ടുണ്ടായിരുന്നതാണ് ഈ പുതിന. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പിടിച്ചു വന്നിട്ടുണ്ട് കേട്ടോ. അത് രണ്ടാമത് കട്ട് എടുത്തിട്ടും വീണ്ടും ഇലകളൊക്കെ വന്നതാണ്. പല വട്ടമായിട്ട് ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാറുണ്ട് കേട്ടോ. അപ്പം നല്ല ഗ്രോത്ത് ഉണ്ട്. കുറേ എൻ്റെ ഉണങ്ങിപ്പോയി. അത് ഞാൻ നേരത്തെ കാണിച്ചതുപോലെ കറുത്ത കളർ വന്നിട്ട് കുറേ ഉണങ്ങിപ്പോയി. പക്ഷെ ചില കമ്പുകളൊക്കെ നല്ല രീതിയിൽ ഇല വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ കത്തിയോ കത്രികയോ ഒക്കെ ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് നമ്മുടെ കറികൾക്ക് ഇടാനും, പിന്നെ അതുപോലെ മിൻറ്റ് ലൈം ഉണ്ടാക്കാനും, അതുപോലെ തന്നെ സുലൈമാനിയിൽ ഇടാനൊക്കെ ഈ പുതിനയില ഉപയോഗിക്കാം കേട്ടോ. കട്ട് ചെയ്ത ഈ ഭാഗങ്ങൾ നമുക്ക് വീണ്ടും നട്ടുപിടിപ്പിക്കാവുന്നതാണ്. അതിൻ്റെ ഇലകൾ മാത്രം നമ്മൾ മാറ്റി വെച്ചിട്ട് അതിൻ്റെ തണ്ടുകൾ വീണ്ടും നമുക്ക് നട്ടുപിടിപ്പിക്കാൻ പറ്റും. അത് വീഡിയോയുടെ ലാസ്റ്റിൽ ഞാൻ കാണിച്ചു തരാം. അത് നട്ടുപിടിപ്പിച്ചതും അത് വീണ്ടും പൊടിച്ചു വന്നതൊക്കെ വീഡിയോയുടെ ലാസ്റ്റിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്ലാസ്റ്റിക് ബോട്ടിലാണ്. സൈഡിലൊക്കെ ധാരാളം ഹോൾസൊക്കെ ഇട്ടിട്ട് മണ്ണും ചകിരിയും ഒക്കെ ചേർത്തിട്ടുള്ള പോട്ടി മിക്സ് ഫില്ല് ചെയ്തിട്ട് അതിലാണ് കേട്ടോ നമ്മൾ മുളപ്പിച്ച കമ്പ് നട്ടുപിടിപ്പിച്ചത്. ഇനി നമ്മളിത് ചട്ടിയിൽ എങ്ങനെ നല്ല രീതിയിൽ നട്ടുപിടിപ്പിക്കാമെന്ന് നോക്കാം. ഇതുപോലെ ഒഴിഞ്ഞ പ്ലാസ്റ്റിക് കുപ്പികളുണ്ടെങ്കിൽ അതൊന്നും കളയണ്ട. അത് അതേപോലെ ഓട്ടോക്കെ ആക്കിയിട്ട് നമുക്ക് നട്ടുപിടിപ്പിക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ചട്ടിയിൽ നട്ടുപിടിപ്പിക്കുന്നത്, അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി എടുത്തിട്ടുണ്ട്. ചെറിയ ചെടിച്ചട്ടി മതി കേട്ടോ. അതിലേക്ക് ചെറിയ ചിരട്ടകളാണ് ഞാൻ അടിയിൽ ബേസായിട്ട് ഇട്ട് കൊടുക്കുക. വെള്ളം വാർന്ന് പോവാനും അതുപോലെ നല്ല ഗ്രോത്ത്, ചെടിക്ക് നല്ല ഗ്രോത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ ചെടിച്ചട്ടി സെറ്റ് ചെയ്യുന്നത്. പിന്നെ ധാരാളം കരിയില ഇട്ട് കൊടുക്കുക. കരിയില എത്രമാത്രം ഇതിലേക്ക് നിറക്കാൻ പറ്റുമോ അതിനനുസരിച്ചിട്ട് കരിയില നിറച്ച് കൊടുക്കാം കേട്ടോ. കരിയിലയുടെ പിന്നെ നമ്മൾ കരിയില കമ്പോസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതും മണ്ണും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാനിങ്ങനെ നേരിട്ടിട്ട് കരിയില ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്, കമ്പോസ്റ്റ് അല്ല. കരിയിലിട്ട് കൊടുത്താൽ ചെടികൾക്ക് നല്ല വളം കിട്ടും. പിന്നെ അതുപോലെ തന്നെ നന്നായിട്ട് ഈർപ്പവും കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ നല്ല വേനലൊക്കെ വരുമ്പോൾ നമ്മുടെ പുതിന നല്ല ഈർപ്പത്തിലിരിക്കണം. അപ്പോൾ നമ്മൾ നനച്ചു കൊടുത്താൽ ആ മണ്ണ് നല്ല ഈർപ്പത്തോട് കൂടിയിട്ട് നമ്മൾ പുതിനക്ക് നല്ല ഗ്രോത്ത് നൽകുന്നതായിരിക്കും. ഈ കരിയില ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് പുതിന നട്ട് കഴിഞ്ഞാൽ കേട്ടോ. ഇനി ഇതിൻ്റെ മേളിൽ ഞാൻ ചകിരിയാണ് വെക്കുന്നത്. സാധാരണ ചകിരി ഞാൻ അടിയിലാണ് ഇടാറുള്ളത് വേര് പിടിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഞാൻ ഈ കരിയിലയുടെ മേളിലാണ് ഇനി ഈ ചകിരി ഇടണം കേട്ടോ. എന്നിട്ട് അതിൻ്റെ മേളിലേക്കാണ് ഞാൻ മണ്ണിട്ട് കൊടുക്കുന്നത്. മണ്ണ് കുറച്ചും കൂടുതലും മണ്ണ്, സാധാരണ കുറച്ച് മണ്ണാണ് ഞാൻ പച്ചക്കറികൾ നടുമ്പോൾ വെക്കാറ്. പക്ഷെ പുതിന ആയതുകൊണ്ട് കുറച്ച് കൂടുതൽ മണ്ണിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കടയിൽ നിന്ന് ഒരു തണ്ട് പുതിനയില നമ്മൾ കറികൾക്കൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ തന്നെ അതിൽ നിന്ന് തന്നെ കമ്പ് മുളപ്പിച്ചിട്ട് ഇതേപോലെ നമുക്ക് പിന്നീട് ഇനി കടയിൽ നിന്ന് മേടിക്കാത്ത രീതിയിൽ പുതിനയില വളർത്തിയെടുക്കുക. കരിയിലൊക്കെ ഉണങ്ങി സെറ്റായിട്ടുള്ള നല്ലൊരു മണ്ണാണ് ഇത്. മണ്ണും കൂടിയിട്ടുള്ളതാണ് കേട്ടോ. 2 ദിവസം നനച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതിൽ ചെടി നട്ടാൽ മതി. ഇനി നമ്മൾ മുളപ്പിച്ചെടുത്ത നമ്മുടെ ഈ പുതിന ഇതിലേക്ക് നട്ടു കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ആ വേരിന് കോട്ടം പറ്റാത്ത രീതിയിൽ വേണം നമ്മൾ നട്ടു കൊടുക്കാൻ. പിന്നെ നമ്മുടെ ഈ കരിഞ്ഞിട്ടുള്ള പുതിന വേണമെങ്കിൽ നമുക്ക് നട്ടു കൊടുക്കാം, പിടിക്കുകയാണെങ്കിൽ പിടിച്ചോട്ടെ എന്നുള്ള രീതിയിൽ നട്ടു കൊടുക്കാം. അതിന് ചില ചെനപ്പൊക്കെ വരുന്നുണ്ട്, എന്നാലും ഞാനത് നട്ടു കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഇത് പുതിനയില മുളപ്പിച്ചിട്ട് ചെയ്യുന്ന രീതിയുണ്ട്. അതിനെ പറ്റിയിട്ട് എനിക്കറിയില്ല. ഞാനിതുപോലെ തണ്ടിൽ മുളപ്പിച്ചിട്ട് എനിക്ക് ശീലമുള്ളൂ. അപ്പം ഞാൻ ഫസ്റ്റ് ചെയ്ത പുതിന മുളപ്പിച്ചത് ഇതുപോലെ സക്സസ് ആയി. അപ്പോൾ അതിൽ നിന്ന് 3 വട്ടം ഞാൻ അതിൽ നിന്ന് പുതിന എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കാരണമാണ് ഞാൻ വീണ്ടും ഇതുപോലെ പുതിന നട്ട് കാണിക്കുന്നത്.
ഇനി നമുക്ക് ഇനിയിപ്പോൾ അത്യാവശ്യത്തിനുള്ള പുതിന നമ്മുടെ തന്നെ പച്ചക്കറിത്തോട്ടത്തിൽ കൃഷി ചെയ്യാൻ സാധിക്കും കേട്ടോ. എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു കമ്പ് കരിഞ്ഞു പോകുന്ന പ്രശ്നമുണ്ട്, അതിനെന്താണെന്ന് ചെയ്യാന്ന്. അത് മൂത്ത ആവാത്തത് കൊണ്ടാണ് അങ്ങനെ കരിഞ്ഞു പോകുന്നത്. പിന്നെ നമ്മൾ ഇതുപോലെ നല്ല വായുസഞ്ചാരമുള്ള പോട്ടി മിക്സ് ആക്കുക. അപ്പോൾ അധികം കരിഞ്ഞു പോവാതൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ. എന്നിട്ട് നമുക്കിത് നനച്ചു കൊടുക്കാം. ഇനി ഇതിന് വളം നൽകണം. ശരിക്കും പറഞ്ഞാൽ ഇതിന് വളം നൽകുന്നത് ആഴ്ചയിൽ ഒരു വട്ടം ഇതിന് വളം കൊടുക്കുക കേട്ടോ. ആ വളം എന്താണെന്ന് ഞാനിപ്പോൾ പറയാം. നമുക്ക് ഒട്ടും കെമിക്കലൊന്നും ചേർക്കാത്ത പുതിനയാണ് കേട്ടോ നമുക്ക് കിട്ടുക. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന പുതിനയിലൊക്കെ നന്നായിട്ട് വിഷാംശം ഉണ്ടാവും. സ്ലറിയാണ് പുതിനയിലേക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഫെർട്ടിലൈസർ. ഓർഗാനിക് ഫെർട്ടിലൈസറാണ്. ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ സ്ലറിയാണ് കേട്ടോ. വെജിറ്റബിളൊക്കെ ഞാനിങ്ങനെ ഇതുപോലെ ഒരു ഡപ്പിയിലിട്ട് വെക്കും. അപ്പോൾ അതിൻ്റെ അടിയിൽ നിന്ന് ഊർന്ന് വരുന്ന ഈ സ്ലറിയാണ് ഞാൻ പുതിനയ്ക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം നമുക്കിതുപോലെ കുറച്ച് ഇത്തിരി വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്തിട്ട്, ഇത്തിരി അല്ല കുറച്ച് കൂടുതൽ വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്തിട്ട് നമ്മൾ പുതിനയ്ക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. കടക്കൽ വരുന്ന രീതിയിൽ ആഴ്ചയിൽ ഒരു ദിവസം ഒഴിച്ചു കൊടുക്കുക. ലേസർ ഉപയോഗിച്ചാൽ മതി. നമ്മൾ സാധാരണ വീട്ടിലുണ്ടാവുന്ന പച്ചക്കറികൾ ഇതുപോലെ ഒരു ഡപ്പിയിലിട്ട് വെക്കുക. അതിനൊരു ഹോൾ ഉണ്ടാക്കി വെച്ചാൽ അതിൽ നിന്ന് നമുക്ക് സ്ലറി കിട്ടും കേട്ടോ. ആ ഡപ്പിക്ക് ഒരു ഹോൾ ഇട്ട് വെച്ചാൽ മതി. അപ്പോൾ അതിൽ നിന്ന് ഊർന്ന് വന്നിട്ട് നമുക്കിതുപോലെ സ്ലറി കിട്ടും. അപ്പോൾ അത് പുതിനയിലേക്ക് നല്ല എല്ലാ പച്ചക്കറികൾക്കും നല്ലതാണ്. പ്രത്യേകിച്ച് പുതിനയ്ക്ക് ഈ സ്ലറിയുടെ ആവശ്യമുള്ളൂ. അപ്പോൾ അത് ഒഴിച്ചു കൊടുത്താൽ മതി ആഴ്ചയിൽ ഒരു ദിവസം. അപ്പോൾ നമ്മൾ മറ്റേ കുപ്പിയിലുള്ള പുതിനയ്ക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, ഇതിന് ഒഴിച്ചു കൊടുത്തിട്ട്. പിന്നെ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നല്ല തണലത്താണ്, അത്യാവശ്യം ചെറുതായിട്ട് വെയിൽ കിട്ടുന്ന ഒരു ഏരിയയിലാണ് നമ്മളിത് ഈ പുതിന വെച്ചിട്ടുള്ളത്. നല്ല വെയിലത്ത് പുതിന കൊണ്ടുപോയി വെക്കരുത്, അപ്പോൾ അത് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളെ ടെറസിൽ ഇവിടെ ഒരു തണലുള്ള ഏരിയയാണ്. ഈ ഭാഗത്താണ് ഞാൻ പുതുതായിട്ട് നടുന്ന പച്ചക്കറികളൊക്കെ ഈ സൈഡിലായിട്ടാണ് വെക്കാറ്. അപ്പോൾ അതുപോലെ തണലത്തായിട്ടാണ് ഞാൻ പുതിന വെച്ചിട്ടുള്ളത്. ഇനി ഇതിൽ നിന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ള ഭാഗം ഞാൻ കാണിച്ചു തരാം. ഞാൻ നേരത്തെ കുപ്പിയിൽ നിന്ന് കട്ട് ചെയ്തെടുത്ത ഭാഗത്തിൻ്റെ ഇല മാത്രം നമ്മളൊരു ഡപ്പിയിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കും. എന്നിട്ട് ഈ തണ്ട് നമ്മൾ വീണ്ടും വേറെ ചെടികളുടെ ചട്ടികളിൽ പിടിപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എല്ലാ ചട്ടികളിലും ഇതുപോലെ സൈഡിൽ നനവുണ്ടാവുമല്ലോ, ആ ചട്ടികൾക്ക് നനവുണ്ടാവും. അപ്പോൾ സൈഡിൽ ഇങ്ങനെ കുത്തി കൊടുത്തിട്ടാണ്. 2-3 ചട്ടിയിൽ വളർത്തിയാൽ തന്നെ ഒരു വീട്ടിലേക്ക് ആവശ്യമായ പുതിന ലഭ്യമാകും. പുതിന ഇലയിൽ അടങ്ങിയിരിക്കുന്ന മോന്തോൾ ജലദോഷം, ചുമ, ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവയ്ക്കും ആശ്വാസം നൽകും. ദഹനത്തെ സഹായിക്കുന്ന നാരുകളാണ് പുതിനയുടെ ഹൈലൈറ്റ്. ധാരാളം വിറ്റാമിനുകളും ആൻറ്റി ഓക്സിഡൻറ്റുകളും ധാതുക്കളുമുള്ള ഔഷധമാണിത്. കലോറി കുറവായതിനാൽ ശരീരഭാരം കുറക്കാൻ സഹായിക്കും. കാഴ്ചശക്തി മെച്ചപ്പെടുത്തുന്ന വിറ്റാമിൻ എയും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ സിയും ധാരാളമുണ്ട്. ഇരുമ്പ്, പൊട്ടാസ്യം, മഗ്നീഷ്യം, മാംഗനീസ്, ഫ്ലോറൈറ്റ് എന്നിവയുടെ നല്ല ഉറവിടമാണ്. ഇലകൾ കുറച്ച് വെള്ളം ചേർത്ത് നന്നായി അരച്ചതിനു ശേഷം നാരങ്ങ നീരോ ഓറഞ്ച് നീരോ ചേർത്ത് നേർപ്പിച്ചും വെറും വയറ്റിൽ കുടിക്കുന്നത് ജലദോഷത്തിനും മറ്റു അസ്വസ്ഥതകൾക്കും നല്ലതാണ്. മധുരം ആവശ്യമാണെങ്കിൽ തേനോ പഞ്ചസാരയോ ചേർക്കാം. ജ്യൂസ് ഉണ്ടാക്കുന്നതിന് മാത്രമല്ല, കറികൾക്കും സാലഡിനും ബിരിയാണിക്കും പുലാവിനും രുചിയും മണവും ഗുണവും കൂട്ടാൻ പുതിനയ്ക്ക് കഴിയും. വളരെ എളുപ്പത്തിൽ വിഷരഹിതമായി വളർത്തിയെടുക്കുന്നതാണ് മാർക്കറ്റിൽ ലഭ്യമായ പുതിനയേക്കാൾ മണത്തിലും ഗുണത്തിലും മുന്നിൽ നിൽക്കുന്നത്.